UAEക്ക് പുറത്ത് 6 മാസത്തിൽ കൂടുതൽ തങ്ങിയവർ വിസ കാലാവധി തീരുന്നതിന് 2 മാസം മുൻപെങ്കിലും തിരിച്ചുവരാനുള്ള അപേക്ഷ സമർപ്പിക്കണം. റീ എൻട്രി അനുമതി ലഭിച്ചാൽ 30 ദിവസത്തിനകം രാജ്യത്ത് പ്രവേശിക്കണമെന്നുമാണ് നിർദ്ദേശം. UAEക്ക് പുറത്ത് 6 മാസത്തിൽ കൂടുതൽ തങ്ങിയവർ വിസ കാലാവധി തീരുന്നതിന് 2 മാസം മുൻപെങ്കിലും തിരിച്ചുവരാനുള്ള അപേക്ഷ സമർപ്പിക്കണമെന്നാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചിരിക്കുന്നത്. അപേക്ഷാ തീയതി മുതൽ വിസയ്ക്ക് 60 ദിവസമെങ്കിലും സാധുതയുണ്ടായിരിക്കണം. വിദേശത്തു നിന്നാണ് അപേക്ഷിക്കേണ്ടത്. റീ എൻട്രി അനുമതി ലഭിച്ചാൽ 30 ദിവസത്തിനകം രാജ്യത്ത് പ്രവേശിക്കണമെന്നും ICP വിശദീകരിച്ചു. 6 മാസത്തിൽ കൂടുതൽ വിദേശത്ത് കഴിഞ്ഞതിനുള്ള കാരണം ബോധിപ്പിക്കണം. 6 മാസത്തിൽ കൂടുതൽ വിദേശത്ത് തങ്ങുന്ന ഓരോ മാസത്തിനും 100 ദിർഹം വീതം പിഴ ഈടാക്കും. വിവിധ കാരണങ്ങളാൽ 6 മാസത്തിൽ കൂടുതൽ UAEക്ക് പുറത്തു കഴിയേണ്ടി പുതിയ വിസ എടുക്കാതെ തിരിച്ചുവരാനുള്ള സാധ്യതയാണ് ഇതോടെ തെളിയുന്നത്. UAE ICP സ്മാർട്ട് ആപ്ലിക്കേഷൻ മുഖേന നേരിട്ടോ അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകൾ വഴിയോ അപേക്ഷിക്കാം. 150 ദിർഹമാണ് ഫീസ്. അംഗീകരിച്ചാൽ അതേ വിസയിൽ UAEയിൽ തിരിച്ചെത്താം. സ്വദേശിയുടെ വിദേശിയായ ഭാര്യ, സർക്കാർ ഉദ്യോഗസ്ഥൻ, ഭാര്യ, വിദേശ ചികിത്സയ്ക്ക് പോയവർ, വിദ്യാർത്ഥികൾക്കും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കുമൊപ്പം പോയ UAE വിസയുള്ള വീട്ടുജോലിക്കാർ എന്നിവർക്കും ഗോൾഡൻ വിസക്കാർക്കും 6 മാസത്തിൽ കൂടുതൽ വിദേശത്തു തങ്ങാം. ന്യൂസ് 18 UAE. ലോക സർക്കാർ ഉച്ചകോടിക്ക് UAE ആതിഥ്യമരുളും. ദുബായ് മദിനത്ത് ജുമൈറയിൽ ഫെബ്രുവരി 13 മുതൽ 15 വരെയാണ് ഉച്ചകോടി നടക്കുക. ലോകരാജ്യങ്ങളിൽ നിന്ന് 20 പ്രസിഡന്റുമാരും 250 മന്ത്രിമാരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസി, തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ, അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ്, സെനഗൽ പ്രസിഡന്റും ആഫ്രിക്കൻ യൂണിയൻ ചെയർപേഴ്സണുമായ മക്കിസാൽ എന്നിവരുൾപ്പെടെ 20 ലോക ഗവൺമെന്റ് നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചകോടിയുടെ 10ാമത് പതിപ്പാണിത്. ലോക സർക്കാർ ഉച്ചകോടി നമ്മെ മനുഷ്യരായി ഒന്നിപ്പിക്കുന്നത് എന്നതിലും ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു എന്നതിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ക്യാബിനറ്റ് കാര്യമന്ത്രിയും ലോക ഗവൺമെന്റ് ഉച്ചകോടി ചെയർമാനുമായ മുഹമ്മദ് അബ്ദുള്ള അൽ ഗർഗാവി പറഞ്ഞു. അന്താരാഷ്ട്ര സഖ്യങ്ങളുടെയും പങ്കാളിത്തങ്ങളുടെയും ഉച്ചകോടിയാണ് ഇതെന്നും അദ്ദേഹം വിലയിരുത്തി. UAE മന്ത്രിസഭ പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിച്ചു. പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് മന്ത്രിസഭയിലെ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചത്. പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇതിന് അംഗീകാരം നൽകി. ഷമ ബിൻ സുഹൈൽ അൽ മസ്രൂയെ UAE സാമൂഹിക വികസന മന്ത്രിയായി നിയമിച്ചു. സാലിം ബിൻ ഖാലിസ് അൽ ഖാസിമി സാംസ്കാരിക യുവജനകാര്യ മന്ത്രിയാകും. ക്യാബിനറ്റ് സെക്രട്ടറി ജനറലായ മറിയം ബിൻ അഹമ്മദ് അൽ ഹമ്മാദിയെ സഹമന്ത്രിയായി നിയമിച്ചു. നിർമ്മിത ബുദ്ധി വകുപ്പ് മന്ത്രിയായ ഒമർ ബിൻ സുൽത്താൻ അൽ ഒലമയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഡയറക്ടർ ജനറൽ എന്ന അധിക പദവി കൂടി നൽകി. കോമ്പറ്റീറ്റീവ്നെസ് കൌൺസിൽ ചെയർമാനായ അബ്ദുള്ള നാസർ ലൂത്തെ നിയമിച്ചു. മുൻകാലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഹെസെ ബുഹാമിദിനും നൂറ അൽ കാബിക്കും ഷെയ്ഖ് മുഹമ്മദ് നന്ദി അറിയിച്ചു. ഇരുവരും സഹമന്ത്രിമാരായി മന്ത്രിസഭയിൽ തുടരും. സൗദി അറേബ്യയിൽ വിദേശ വനിതകൾക്ക് കൂടുതൽ മേഖലകളിൽ തൊഴിൽ വിസ അനുവദിക്കാൻ നീക്കം. ഇത് സംബന്ധിച്ച് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന്റെ ഖിവ പ്ലാറ്റ്ഫോം വഴി അഭിപ്രായ ശേഖരണം തുടങ്ങി. വിസ അനുവദിക്കലടക്കം തൊഴിൽ വകുപ്പിന്റെ എല്ലാ സേവനങ്ങളും ഇപ്പോൾ മന്ത്രാലയത്തിന്റെ ഖിവ പ്ലാറ്റ്ഫോം വഴിയാണ് നൽകി വരുന്നത്. നിശ്ചിത ഫീസ് എല്ലാ വർഷവും അടച്ചാൽ മാത്രമേ സ്ഥാപനങ്ങൾക്ക് ഖിവയുടെ സേവനം ലഭ്യമാകൂ. കമ്പനികൾക്കും മറ്റു ബിസിനസ് സ്ഥാപനങ്ങൾക്കും ഖിവ പ്ലാറ്റ്ഫോം നടത്തുന്ന സർവേയിൽ പങ്കെടുക്കാം. ഖിവ തന്നെ ഇതു സംബന്ധിച്ച സന്ദേശം എല്ലാ സ്ഥാപനങ്ങൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ മേഖലയിലാണ് വിദേശ വനിതാ ജോലിക്കാരെ ആവശ്യമുള്ളതെന്നും നിലവിൽ വനിതകളുടെ വിസ ആവശ്യമായി വന്നിട്ടുണ്ടോ, വിദേശ വനിതാ തൊഴിൽ വിസയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്നിവയാണ് സർവേയിൽ ചോദിക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്ന് ലഭിച്ച അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് ഇതു സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാവുക. നിലവിൽ ആരോഗ്യം, വിദ്യാഭ്യാസം, ലേഡീസ് ടൈലറിംഗ്, ലേഡീസ് ഫോട്ടോഗ്രാഫി, കുട്ടികളുടെ പരിപാലനം, കല്യാണ മണ്ഡപം, ശുചീകരണം തുടങ്ങിയ മേഖലകളിലാണ് വിദേശ വനിതകൾക്ക് തൊഴിൽ വിസ അനുവദിക്കുന്നത്. എന്നാൽ സൗദി വനിതകൾ മാത്രം ജോലി ചെയ്യൽ നിർബന്ധമാക്കിയ സ്ഥലങ്ങളിൽ വിദേശി വനിതകൾക്ക് തൊഴിൽ വിസ ലഭിക്കില്ല. അതേസമയം സൗദി അറേബ്യയിലേക്ക് വിദേശ വനിതകൾക്ക് വിവിധ മേഖലകളിൽ തൊഴിൽ വിസ വൈകാതെ തന്നെ അനുവദിക്കുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് 18 സൗദി അറേബ്യ. ഗതാഗത രംഗത്ത് സഹകരണം ശക്തമാക്കി UAEയും ഖത്തറും. UAE ഖത്തർ ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് അന്തിമ ധാരണയായത്.
ഗതാഗത സേവനങ്ങൾ പരസ്പരം ലിങ്ക് ചെയ്യുന്നതിനുള്ള രേഖകളും ആവശ്യകതകളും കൈമാറുന്നതിനും സ്മാർട്ട് സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളിലെയും സംഘങ്ങൾ കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. ട്രാഫിക് നിയമം ലംഘിക്കുന്നവരുടെ വിവരങ്ങളടക്കം പരസ്പരം കൈമാറുന്നതടക്കമുള്ള നടപടികൾ ഗതാഗത സഹകരണത്തിലൂടെ ഇരു രാജ്യങ്ങളും ശക്തമാക്കിയതോടെ നടപ്പിലാകും. ചുരുക്കത്തിൽ ഒരു രാജ്യത്ത് ഗതാഗത നിയമം ലംഘിച്ച് മറുരാജ്യത്തെത്തിയാലും പിഴയുൾപ്പെടെയുള്ള നിയമ നടപടികൾ നേരിടേണ്ടിവരും. ഗതാഗത മേഖലയിലെ വിവിധ വിവരങ്ങളും സാങ്കേതിക വിദ്യകളും പരസ്പരം കൈമാറും. കഴിഞ്ഞയാഴ്ച സമാനമായ കരാറിൽ ബഹ്റിനുമായും UAE ഒപ്പുവച്ചിരുന്നു. ഇനി മുതൽ UAEയിൽ ഗതാഗത നിയമം ലംഘിച്ച് ഖത്തറിലേക്കോ ബഹ്റിനിലേക്കോ പോകുന്നവർക്ക് അവിടെ പിഴ നൽകേണ്ടിവരും. ഈ രാജ്യങ്ങളിൽ നിയമം ലംഘിച്ച് UAEയിലെത്തിയാലും പിഴ നൽകണം. ന്യൂസ് 18 UAE. ഇന്നത്തെ വിനിമയ നിരക്കുകൾ നോക്കാം. UAE ദിർഹം 22 രൂപ 47 പൈസ, സൗദി റിയാൽ 22 രൂപ, കുവൈറ്റി ദിനാർ 270 രൂപ 5 പൈസ, ഖത്തറി റിയാൽ 22 രൂപ 67 പൈസ, ഒമാനി റിയാൽ 214 രൂപ 67 പൈസ, ബഹ്റിനി ദിനാർ 219 രൂപ 1 പൈസ. ഇന്ധനവില വർധനവ് സാധാരണക്കാരന് ഇത്രയും നാളും ബാധകമായിരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇത് കേരളത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നികുതി വർദ്ധിപ്പിക്കാതെ വേറെ വഴിയില്ല. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ കൊടുക്കേണ്ടതുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സാധാരണക്കാർ ഇത്രയും കൊല്ലമായിട്ട് സാധാരണക്കാരെ മുഴുവൻ ബാധിക്കുന്നതായിരുന്നല്ലോ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർധനവ്. ആ വില വർധനവ് ഇപ്പോഴും 106 നിൽക്കുമ്പോൾ 2 രൂപ കൂടി വർദ്ധിപ്പിക്കും. 106 വർദ്ധിപ്പിച്ചതാരാ? അത് CPIMന്റെയോ ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെയോ ഗവൺമെന്റോ ആണോ? അപ്പോൾ ആ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് ഉന്നയിക്കാത്തതെന്നാണ് എന്റെ ചോദ്യം. ഇവിടെ കേരളത്തിൽ നിലനിൽക്കാനാവണോ എന്നുള്ളതാണ് ചോദ്യം. 40,000 കോടി റുപ്യ ഞാൻ വിശദമായിട്ട് ഓരോന്നും ഇപ്പോൾ ഈ പൊതുയോഗത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാ 40,000, എങ്ങനെയൊക്കെയാ 40,000? ആ 40,000 കോടി റുപ്യ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഒരു കൊല്ലം മാത്രം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ അതിന് വളരെ പ്രധാനപ്പെട്ട നിരവധിയായ ക്ഷേമ പദ്ധതികൾ, പ്രത്യേകിച്ച് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ കുറച്ച് പ്രയാസപ്പെട്ടുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്ന ധാരണയിൽ നിന്ന് തന്നെയാണ് ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടുള്ള നിലപാടുകളും സ്വീകരിച്ചത്. അതിനല്ലാതെ വേറൊരു വഴിയില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, നമ്മൾ അറിയിക്കാം. ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങളെ അനുകൂലിച്ച CPI. നികുതി വർധന മുന്നണി തീരുമാനമെന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞു. ധനമന്ത്രി നിയമസഭയിൽ മറുപടി പറഞ്ഞതോടെ ഇത് പ്രാബല്യത്തിലായി. ജനകീയ സമരങ്ങളല്ല, രാഷ്ട്രീയ സമരമാണ് നടക്കുന്നതെന്നും കാനം പറഞ്ഞു. അതൊക്കെ നികുതി നിർദ്ദേശങ്ങളായിട്ട് ഇനിയും അടുത്ത ഇതിൽ വരും. വലിയ ജനകീയ സമരങ്ങൾ നടക്കുകയാണ് സംസ്ഥാനത്തൊട്ട്. രാഷ്ട്രീയ സമരം നടക്കുന്നുണ്ടെന്ന് പറയാം. ജനകീയ LDFന്റെ അല്ലേ? അതെ. ഇന്ധന സെസ് വർധനവടക്കമുള്ള നികുതി നിർദ്ദേശങ്ങളിൽ ഇന്നും വ്യാപക പ്രതിഷേധം. എറണാകുളത്തും പത്തനംതിട്ടയിലും യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. എറണാകുളം കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസിന് നേരെ പ്രവർത്തകർ കുപ്പിയെറിഞ്ഞു. തിരുവനന്തപുരത്ത് കാർ കെട്ടിവലിച്ചായിരുന്നു മഹിളാ കോൺഗ്രസ് പ്രതിഷേധം. പോലീസ് ബാരിക്കേഡ് ഉയർത്തിയെങ്കിലും സമീപത്തെ മതിൽ ചാടിക്കടന്ന് ചില പ്രവർത്തകർ നിയമസഭയ്ക്ക് സമീപത്തേക്ക് കുതിച്ചു. ഇവർ അടക്കമുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു മാറ്റി. പ്രതിഷേധം ആരംഭിക്കും മുൻപ് PMG ബസ് സ്റ്റോപ്പിന് സമീപമുണ്ടായിരുന്ന മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്തു. UDF MLA കാണാനെത്തിയ പ്രവർത്തകരെയാണ് അകാരണമായി കസ്റ്റഡിയിലെടുത്തതെന്ന് മഹിളാ കോൺഗ്രസ് ആരോപിച്ചു. പത്തനംതിട്ട കളക്ടറേറ്റിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിലേക്ക് KPMS നടത്തിയ മാർച്ചിന് നേരെ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു.
വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ധന സെസ് പിൻവലിക്കുന്നത് വരെ സമരം തുടരുമെന്ന് യൂത്ത് ലീഗ്. ആഴ്ചകൾ നീളുന്ന കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്ന് PK ഫിറോസ്. വേണ്ടിവന്നാൽ മന്ത്രിമാരെ വഴിയിൽ തടയും. മുഖ്യമന്ത്രിക്ക് എത്ര ചങ്കുണ്ടെങ്കിലും വില വർധന പിൻവലിക്കേണ്ടി വരും. അതുവരെ യൂത്ത് ലീഗ് സമരം തുടരുമെന്നും PK ഫിറോസ് പറഞ്ഞു. വെള്ളക്കരം വർദ്ധിപ്പിച്ചതിനെതിരെ വ്യാപക പരാതി ഉയരുമ്പോഴും കേരള വാട്ടർ അതോറിറ്റി കുടിശ്ശിക ഇനത്തിൽ പിരിച്ചെടുക്കാനുള്ളത് കോടികൾ. 5500-ലധികം കോടി രൂപയാണ് എല്ലാത്തരം ഉപഭോക്താക്കളിൽ നിന്നുമായി ജല അതോറിറ്റിക്ക് പിരിഞ്ഞു കിട്ടാനുള്ളത്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 360 കോടി രൂപയുടെ കുടിശ്ശിക വരുത്തിയതായും വിവരാവകാശ രേഖകളിൽ പറയുന്നു. 5554.46 കോടി രൂപ എന്നത് ഒരിക്കലും ഒരു ചെറിയ തുകയല്ല. കടക്കണിയിലാണെന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും സംസ്ഥാന ജല അതോറിറ്റി പിരിച്ചെടുക്കാനുള്ള കുടിശ്ശികയാണിത്. 2016-17 മുതൽ 2021-22 വരെ ജല അതോറിറ്റിയുടെ കുടിശ്ശിക കണക്കാണിത്. ഓരോ വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾ വരുത്തിയ കുടിശ്ശിക ഇനം തിരിച്ച് നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് ഗാർഹിക ഉപഭോക്താക്കൾ 1406.85 കോടി രൂപ കുടിശ്ശിക വരുത്തിയപ്പോൾ നോൺ ഡൊമസ്റ്റിക് വിഭാഗത്തിൽ അത് 4022.19 ആണ്. ഇൻഡസ്ട്രിയൽ വിഭാഗത്തിൽ 49.79 കോടിയും സ്പെഷ്യൽ കാറ്റഗറിയിൽ 75.63 കോടിയുമാണ് കുടിശ്ശിക. സർക്കാർ സ്ഥാപനങ്ങൾ 350.92 കോടിയും പൊതുമേഖലാ സ്ഥാപനങ്ങൾ 11.97 കോടി രൂപയും കുടിശ്ശിക അടക്കേണ്ടതാണ്. ഈ വിവരാവകാശ വിവരപ്രകാരം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 5900 കോടി രൂപ സംസ്ഥാന സർക്കാരിന് വിവിധ തരത്തിലുള്ള ഉപഭോക്താക്കളിൽ നിന്നും പിരിഞ്ഞു കിട്ടാനുണ്ട്. അപ്പോൾ ഈ 5900 കോടി രൂപയുടെ പകുതിയെങ്കിലും പിരിച്ചെടുത്തു കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുടെ എല്ലാവിധ സാമ്പത്തിക പ്രശ്നങ്ങളും തീരുമെന്നിരിക്കെ എന്തിനാണ് ജനങ്ങൾക്ക് ഈ ഭാരം നൽകിയിട്ട് ഇത്തരത്തിലുള്ളൊരു വെള്ളക്കരത്തിൻ്റെ നികുതിയിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ട് ഒരു ഭാരം നൽകിയതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടുത്തം കിട്ടുന്നില്ല. 1170.64 കോടി രൂപ ജല അതോറിറ്റി KICBയിൽ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. കോടികൾ കുടിശ്ശിക ഇനത്തിൽ പിരിഞ്ഞു കിട്ടാനുണ്ടെങ്കിലും അത് പിരിച്ചെടുക്കാനുള്ള ഒരു ഊർജിത നടപടിയും ഇതുവരെ വാട്ടർ അതോറിറ്റി കൈക്കൊണ്ടിട്ടുമില്ല. അതിനിടയിലാണ് ഇപ്പോൾ വെള്ളക്കരവും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ബാങ്ക് വായ്പാ പലിശ നിരക്ക് വീണ്ടും കൂടും. ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകുന്ന ഹ്രസ്വകാല വായ്പാ നിരക്ക് കൂട്ടി. റിപ്പോ നിരക്ക് 0.25% കൂട്ടി 6.5%. ഇതോടെ ഭവന വാഹന വ്യക്തിഗത വായ്പാ പലിശ നിരക്ക് ഉയരും. വിവിധ വായ്പകളുടെ മാസ അടവ് തുകയും കൂടും. 3 ദിവസത്തെ RBIയുടെ പണനയ സമിതി യോഗത്തിന് ശേഷമാണ് RBI ഗവർണർ ശക്തികാന്ത ദാസ് നിരക്ക് വർധന പ്രഖ്യാപിച്ചത്. ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിച്ചെന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി ചാണ്ടിയുമ്മൻ ന്യൂസ് 18നോട് ജർമ്മനിയിലേക്ക് പോകാമെന്ന് പറഞ്ഞത് താനാണ്. ഇത്തവണ ജർമ്മനിയിൽ ലേസർ ശസ്ത്രക്രിയ നടത്തി. അസുഖം ഭേദമാകാൻ മരുന്നും പ്രാർത്ഥനയുമുണ്ടെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയുമായുള്ള അഭിമുഖത്തിലാണ് ചാണ്ടിയുമ്മന്റെ പ്രതികരണം. ജർമ്മനി പോയപ്പോൾ ഞാനും എൻ്റെ ഫാദറും മാത്രം. ഞാനാണ് അവിടെ കൊണ്ടുപോയത്, വേറെ ആരും കൊണ്ടുപോയിട്ടില്ല. 2 പ്രാവശ്യം അങ്ങനെ. ഈ പ്രാവശ്യം ജർമ്മനി പോയിട്ട് ഒരു ലേസർ സർജറി നടത്തി. അതൊരു ട്രീറ്റ്മെൻറ്റാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് HCG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ ന്യൂമോണിയയുടെ തുടക്കമാണ്. 8 വർഷമായി തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്. അസ്വാസ്ഥ്യം വന്നും പോയും ഇരിക്കുന്നു. ജർമ്മനിയിൽ പോയപ്പോൾ ട്യൂമർ ഇല്ല എന്ന റിപ്പോർട്ട് തന്നുവെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ ഒരു 3 മാസമായി HCG എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ഹോസ്പിറ്റൽ ഉണ്ട്. അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ മോണിറ്ററിങ്ങിലാണ് അദ്ദേഹം കൊടുക്കുന്ന മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പം സ്വാഭാവികമായിട്ടും ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന ന്യൂമോണിയാണ്. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് വ്യാജ പ്രചാരണം നടക്കുന്നുണ്ടെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. വ്യാജരേഖ നിർമ്മിച്ച് ചിലർ പ്രചരിപ്പിക്കുന്നു. വ്യാജ പ്രചാരണം കേട്ട് ആളുകൾ വീട്ടിൽ തുടരെത്തി. ആളുകൾ വന്നത് മൂലമാകാം ന്യൂമോണിയ വന്നത്. വയ്യാതാകുന്നതിന് തലേന്ന് വരെ ഉമ്മൻചാണ്ടി പ്രവർത്തന നിരതനായിരുന്നുവെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. ഒരു ഡോക്യുമെന്റ് സർക്കുലേറ്റ് ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം സ്റ്റേജിംഗ് ഉൾപ്പെടെ വ്യാജമായി കൊടുത്തിരിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇവിടെ ഇടിച്ചു കയറുമായിരുന്നു.
രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന് വികസനം ചിലരെ നിരാശരാക്കിയെന്നും വെറുപ്പിന്റെ രാഷ്ട്രീയം പുറത്തുവന്നുവെന്നും മോദി പറഞ്ഞു. കള്ളം പിടിക്കപ്പെടുമ്പോൾ അവർ ഏജൻസികളെ കുറ്റം പറയുകയാണെന്ന് കോമൺവെൽത്ത് അഴിമതി പരാമർശിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയിൽ പ്രതിപക്ഷത്തിന് നിരാശയുണ്ടായെന്നും മോദി ആരോപിച്ചു. പാർലമെന്റിൽ പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കി. ലോക്സഭയിൽ ബിജെപി നൽകിയ അവകാശ ലംഘന നോട്ടീസിനെ തുടർന്നാണ് നടപടി. പ്രധാനമന്ത്രിക്കെതിരെ അപകീർത്തികരവും വസ്തുതാവിരുദ്ധവുമായ പ്രസ്താവന നടത്തിയെന്നായിരുന്നു നോട്ടീസിൽ ബിജെപി ചൂണ്ടിക്കാട്ടിയത്. രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി വേണമെന്ന് പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി ആവശ്യപ്പെട്ടിരുന്നു. ഗൾഫ് 18 പൂർണ്ണമാകും. നമസ്കാരം.